നമസ്കാരം. എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കാർത്തിക നക്ഷത്രത്തെ പറ്റിയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. കാർത്തിക നാളുകാർ അസാമാന്യമായ ബുദ്ധിശക്തിയും സാമർഥ്യമുള്ളവരുമാണ്. സ്ഥിരമായി ഒന്നിനെയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കില്ല. ദുർമോഹവും ചതിയും ഇവർക്കില്ല. അഭിമാന ബോധമുള്ളവരാണ് ഈ നാളുകാർ. മറ്റുള്ളവരെ ഉപദേശിക്കാൻ മിടുക്കരാണെങ്കിലും സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ തോന്നുന്ന കാര്യങ്ങളെ ചെയ്യുള്ളൂ. തങ്ങളുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും തടസ്സം നിൽക്കുന്ന ഏതിനെയും എത്ര പ്രയോജനമുള്ളതായിരുന്നാലും ഉപേക്ഷിച്ചു കളയുകയാണ് ഇവരുടെ രീതി. മറ്റൊരാളുടെ കീഴിലും നിയന്ത്രണത്തിലും നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല. തൻ്റെ വിജയങ്ങളെ സ്വയം പുകഴ്ത്തുകയും ദുഷ്പ്രവൃത്തികളുണ്ടായാൽ അവയെ മനഃപൂർവ്വം മറന്നുകളയുകയും ചെയ്യുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ. കാർത്തിക ജാതർ പൊതുവെ നല്ല ആരോഗ്യമുള്ളവരാണ്. നീണ്ടുയർന്ന നാസിക, ശാന്തതയുള്ള കണ്ണുകൾ, അതുപോലെയുള്ള മുഖഭാവം, സൗമ്യമായ പെരുമാറ്റം, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ധീരത എന്നിവ ഇവരുടെ പ്രധാന ലക്ഷണങ്ങളാണ്. ശരീരകാന്തി സൂക്ഷിക്കുന്നവരാണിവർ. ശിരസ് സംബന്ധമായ രോഗങ്ങൾ, ദന്തരോഗം, കണ്ണിനസുഖം, പീനസം എന്നിവ ഇവരെ കൂടെ വിഷമിപ്പിക്കുമെങ്കിലും ആരോഗ്യത്തിന് പൊതുവെ ദോഷം കാണുകയില്ല. അന്ധവിശ്വാസങ്ങളെ തള്ളിക്കളയുന്നവരാണിവർ. അന്യർക്ക് ഗുണം ചെയ്യാൻ എപ്പോഴും മുൻപന്തിയിലാണ് ഇവർ. ഏത് വിഷയത്തിലും സ്വതന്ത്രമായ ഒരു നയം രൂപീകരിക്കുക കാർത്തിക നക്ഷത്ര ജാതരുടെ ഒരു പ്രത്യേകതയാണ്. തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ വളരെ ശ്രദ്ധ ഉള്ളവരായിരിക്കും ഇവർ. ഒരു പ്രതിജ്ഞയെടുത്താൽ അത് നിറവേറ്റാൻ എത്ര കഷ്ടത അനുഭവിച്ചിട്ടായാലും മനമാറ്റമുണ്ടാവുകയില്ല. പലവിധ ജീവിത പരിപ്രവർത്തനങ്ങളിലും പ്രശസ്തികളും ഇവർക്കുണ്ടാകും. ലോകത്തിൻ്റെ നാനാവശങ്ങളെക്കുറിച്ചും അറിവ് സമ്പാദിക്കാൻ ഇവർക്ക് കഴിയും. അന്യരിലെ തെറ്റുകളെ ക്ഷമിക്കുകയും കുറ്റങ്ങൾക്ക് മാപ്പ് നൽകുകയും അഗതികളെ അങ്ങേയറ്റം സഹായിക്കുകയും ചെയ്യും. തികഞ്ഞ ഈശ്വരവിശ്വാസികളാണ് കാർത്തിക നക്ഷത്രക്കാരിൽ അധികവും. ചതിയും വഞ്ചനയും ഇവരിൽ ഒന്നുണ്ടാവുകയേയില്ല. എന്നാൽ സ്വന്തം അഭിപ്രായത്തിനും നിർദ്ദേശത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ വെറുക്കുകയും അവരെ തള്ളിക്കളയുകയും ചെയ്യും. ആത്മാർത്ഥത കാട്ടുന്നത് കൊണ്ട് പല അനർത്ഥങ്ങളും വന്നു ചേരും. നിസ്സാര കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരാണ് ഇവർ. ക്ഷോഭമുണ്ടായാൽ സാഹസികമായ തീരുമാനങ്ങൾ എടുക്കും. ചിലർ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കും. അതിനാൽ സമചിത്തതയും ശാന്തതയും കൈവരിക്കാൻ ശീലിക്കുകയാണ് വേണ്ടത്. കാർത്തിക നാളുകാർക്ക് സ്വദേശമോ സ്വന്തം കുടുംബമോ വലിയ ഗുണം ചെയ്യില്ല. അന്യദേശവാസവും പ്രവർത്തനങ്ങളുമാണ് ഇവർക്ക് കൂടുതലും ഇണങ്ങുന്നത്. മാതൃസ്നേഹം ഇവർക്ക് അല്പം കൂടുതലാണ്. 50 വയസ്സുവരെ ജീവിതത്തിൽ കാര്യമായ പുരോഗതി ഇവർക്കുണ്ടാവുകയില്ല. എന്നാൽ 24 മുതൽ 35 വയസ്സുവരെയും 50 മുതൽ 55 വയസ്സുവരെയും പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ അനുഷ്ഠിക്കേണ്ട കുറച്ച് കർമ്മങ്ങളെപ്പറ്റി ഞാൻ പറയാം. ചൊവ്വ, വ്യാഴം, ബുധൻ ദശാകാലങ്ങളിൽ ദോഷപരിഹാരത്തിനായി കർമ്മങ്ങൾ ചെയ്യുക. സൂര്യനെയും ശിവനെയും പൂജിക്കുന്നതാണ് നല്ലത്. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ ദിവസങ്ങളിൽ സൂര്യ നമസ്കാരം, ക്ഷേത്ര ദർശനം എന്നിവ മുടങ്ങാതെ ചെയ്യുക. കാർത്തികയും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസം വിശേഷ പൂജകളും വ്രതം നോറ്റ് ഭജനകളും നടത്തുക. ദിവസവും രാവിലെ ആദിത്യ നമസ്കാരം ചെയ്യണം. ഇവർ ചുവപ്പ്, കാവി എന്നീ നിറങ്ങളിൽ തൽപരരാണ്. കാർത്തികയുടെ ആദ്യ 1 നാഴിക മേടത്തിലും ബാക്കിയുള്ള 45 നാഴിക ഇടവം രാശിയിലുമായിട്ടാണ് കിടക്കുന്നത്. എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് തുടർന്ന് വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. താങ്ക് യു.